നമസ്കാരം. പതിറ്റാണ്ടുകളായി സുരക്ഷാ സേനയുടെ കൺവെട്ടത്ത് വരാതെ മറഞ്ഞിരുന്ന മാവോയിസ്റ്റ് ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയ ചലപതിക്ക് കുരുക്കായത് ഭാര്യയുമൊത്തുള്ള ഒരു സെൽഫി. ഛത്തീസ്ഗഡിലെ ഗാരിയാബാദ് ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 20 മാവോയിസ്റ്റുകളെയാണ് കഴിഞ്ഞ ദിവസം സുരക്ഷാ സേന വധിച്ചത്. കൊല്ലപ്പെട്ടവരിൽ തലയ്ക്ക് 1 കോടി രൂപ സുരക്ഷാ സേന വിലയിട്ട സെൻട്രൽ കമ്മിറ്റിയിലെ മുതിർന്ന അംഗവും മാവോയിസ്റ്റ് നേതാവുമായ ചലപതിയും ഉണ്ടായിരുന്നു. കുലാരിഘട്ട് റിസർവ് വനത്തിലായിരുന്നു ഏറ്റുമുട്ടൽ. ഒഡീഷയിലെ നുവാപദ ജില്ലാ അതിർത്തിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. അതിർത്തി പ്രദേശങ്ങളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ തിങ്കളാഴ്ചയാണ് സേന ഓപ്പറേഷൻ ആരംഭിച്ചത്. 2008 ഫെബ്രുവരിയിൽ ഒഡീഷയിലെ നയഗഡ് ജില്ലയിൽ 13 സുരക്ഷാ ജീവനക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട മാവോയിസ്റ്റ് ആക്രമണത്തിന്റെ സൂത്രധാരനായിരുന്നു ചലപതി. പോലീസ് ആയുധപ്പുര കൊള്ളയടിച്ച ശേഷമാണ് അന്ന് മാവോയിസ്റ്റുകൾ രക്ഷപ്പെട്ടത്. ആയുധപ്പുര കൊള്ളയടിക്കുമ്പോൾ നയഗഡിൽ പുറത്തുനിന്നുള്ള പോലീസ് സേന കടക്കുന്നില്ലെന്നും ചലപതി ഉറപ്പാക്കി. പട്ടണത്തിലേക്ക് വരുന്ന എല്ലാ റോഡുകളിലും കൂറ്റൻ മരത്തടികൾ നിരത്തി വഴിയടച്ചാണ് മാവോയിസ്റ്റുകൾ കൊള്ളയടിച്ച ശേഷം രക്ഷപ്പെട്ടത്. വർഷങ്ങളായി വേഷപ്രച്ഛന്നനായിട്ടായിരുന്നു ചലപതി കഴിഞ്ഞത്. എന്നാൽ ആന്ധ്ര ഒഡീഷ അതിർത്തി പ്രത്യേക മേഖല കമ്മിറ്റി ഡെപ്യൂട്ടി കമാൻഡറായ തന്റെ ഭാര്യ ചൈതന്യ വെങ്കട് രവി എന്ന അരുണയുമൊത്തുള്ള ഒരു സെൽഫി ചലപതിയെ ചതിച്ചു. 2016 മെയ്യിൽ ആന്ധ്രയിൽ വെച്ച് മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്മാർട്ട് ഫോൺ കിട്ടിയതാണ് നിർണായകമായത്. ആ ഫോണിലാണ് ഇരുവരുടെയും സെൽഫി കണ്ടത്. തന്റെ തലയ്ക്ക് 1 കോടി വിലയിട്ടെന്ന് അറിഞ്ഞതോടെ 8 മുതൽ 10 വരെ പേഴ്സണൽ ഗാർഡുമാരായിട്ടായിരുന്നു സദാസഞ്ചാരം. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ സ്വദേശിയായിരുന്നു ചലപതി. മാവോയിസ്റ്റുകളുടെ ഏറ്റവും ഉന്നത സമിതിയായ കേന്ദ്ര കമ്മിറ്റിയിലെ മുതിർന്ന അംഗം. ഛത്തീസ്ഗഡിലെ ബസ്തറിൽ അബുജ്മത് കൊടുംവനത്തിൽ പ്രവർത്തനം നടത്തിയിരുന്ന ഇയാൾ സമീപകാലത്താണ് ഒഡീഷ അതിർത്തിയിൽ സുരക്ഷിത മേഖല തേടി ഗരിയാബാദിലേക്ക് തന്റെ താവളം മാറ്റിയത്. സൈനിക യുദ്ധതന്ത്രങ്ങളിലും ഗറില്ല യുദ്ധമുറകളിലും വിദഗ്ധനായിരുന്നു ചലപതി. കുലാരിഘട്ട് റിസർവ് വനത്തിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ചലപതി കൊല്ലപ്പെട്ടത്. ഛത്തീസ്ഗഡ്, ഒഡീഷ സംസ്ഥാനങ്ങളിലെ പോലീസ്, ഛത്തീസ്ഗഡിലെ കോബ്ര കമാൻഡോകൾ, ഒഡീഷ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് CRPF എന്നിവർ സംയുക്തമായിട്ടായിരുന്നു ഓപ്പറേഷൻ നടത്തിയത്. ഛത്തീസ്ഗഡിലെ കുലാരിഘട്ട് റിസർവ് വനത്തിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഏറ്റുമുട്ടൽ. തോക്കുകൾ, IEDകൾ, റൈഫിളുകൾ ഉൾപ്പെടെ ആയുധങ്ങളുടെ വലിയൊരു ശേഖരം ഏറ്റുമുട്ടലുണ്ടായ സ്ഥലത്ത് നിന്ന് സുരക്ഷാ സേന കണ്ടെടുത്തു. 2024 മാത്രം 200-ലധികം മാവോയിസ്റ്റുകളെ ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേന വധിച്ചതായിട്ടാണ് വിവരം. കൊല്ലപ്പെട്ട 219 മാവോയിസ്റ്റുകളിൽ 217 പേരും ബസ്തർ മേഖലയിൽ നിന്നാണ്. ബസ്തർ, ദഡേവാഡ, കാങ്കർ, ബിജാപൂർ, നാരായൺപൂർ, കൊണ്ടാഗാവ്, സുക്മ ജില്ലകളാണ് ഈ മേഖലയിൽപ്പെടുന്നത്. 800-ലധികം മാവോയിസ്റ്റുകൾ അറസ്റ്റിലായിട്ടുണ്ട്. 802 പേർ കീഴടങ്ങുകയും ചെയ്തു. കഴിഞ്ഞ വർഷം മാത്രം 18 സുരക്ഷാ ജീവനക്കാർ ഏറ്റുമുട്ടലിൽ മരിച്ചു. 65 ജനങ്ങളും മാവോയിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു.